ചരിത്രപ്രസിദ്ധമായ വള്ളുവനാടിൻ്റെ തലസ്ഥാനമായിരുന്ന അങ്ങാടിപ്പുറം ഇതാ വീണ്ടും ചർച്ചയാകുകയാണ്. വിശ്വാസികൾക്ക് പെരിന്തൽമണ്ണയ്ക്ക് സമീപത്തെ ഈ പ്രധാന പട്ടണത്തിൽ നിന്നും നീതി ലഭിച്ചിരിക്കുന്നു. ഒടുവിൽ CPMകാരുടെ കയ്യിൽ നിന്നും വള്ളുവനാട്ടെ ഒരു ക്ഷേത്രം കൂടി മോചിപ്പിച്ചിരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾക്ക് മലബാർ മേഖലയിൽ മറ്റൊരു പൊൻതുവൽ കൂടിയായി ഈ ഏറ്റെടുക്കൽ. മലബാർ ദേവസ്വം ബോർഡ് അകാരണമായി പിടിച്ചെടുത്ത് കൈവശം വച്ചിരുന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം ട്രസ്റ്റികൾക്ക് തിരികെ നൽകാൻ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത്. വർഷങ്ങളായി CPM നിയന്ത്രണത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. ക്ഷേത്ര സ്വത്തുക്കൾ മൊത്തം അനധികൃതമായി കൊള്ളയടിച്ചും ക്ഷേത്രത്തിൽ അനധികൃതമായി ഇഷ്ടക്കാരെ നിയമിച്ചുമൊക്കെ വിശ്വാസികളോടുള്ള കടുത്ത വിരോധമാണ് CPM അവിടെ കാണിച്ചു കൂട്ടിയത്. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ മുസ്ലിം പള്ളികൾക്ക് സമാനമായി പച്ച പെയിൻ്റ് അടിച്ചതും തിരുമാന്താംകുന്ന് പൂര കമ്മിറ്റിയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതും ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ ഇതര മതസ്ഥർ കയറി ആക്രമണം അഴിച്ചുവിട്ടതുമൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു. എന്നിട്ടും ഇതൊന്നും കണ്ടിട്ടും കാണാത്ത മട്ടിലാണ് CPM നേതൃത്വത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡ് നിന്നത്. ക്ഷേത്രത്തിലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനവും തുടർ നടപടികളും നിയമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി. ജസ്റ്റിസ് V. രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ നിർണായകമായ ഉത്തരവ്. വിധി പുറപ്പെടുവിച്ച മെയ് 26 മുതൽ ഒരു മാസത്തിനകം പുതിയ പാരമ്പര്യ ട്രസ്റ്റിയെ നിയമിക്കണമെന്നും അതിനുശേഷം നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ട്രസ്റ്റിക്ക് ഭരണം കൈമാറണമെന്നും കോടതി നിർദ്ദേശവും നൽകി. പുതിയ ഭരണസമിതി രൂപീകരിക്കാൻ ട്രസ്റ്റികൾക്ക് 3 മാസവും അനുവദിച്ചു. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റിയായ വള്ളുവനാട് സ്വരൂപത്തിൻ്റെ അവകാശങ്ങൾ മറികടന്നാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനമെന്നും കോടതി വിലയിരുത്തി. എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനത്തിനുള്ള പ്രാഥമിക അധികാരം ട്രസ്റ്റിക്കാണ്. ട്രസ്റ്റി പരാജയപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളിലെ ദേവസ്വം അധികാരികൾക്ക് ഇടപെടാനാകൂ. 2013 താൽക്കാലിക ക്രമീകരണം എന്ന നിലയിൽ നിയമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ 13 വർഷമാണ് തുടർന്നത്. ഇത് പാരമ്പര്യ ട്രസ്റ്റിയുടെ ഭരണാവകാശങ്ങളെ മറികടക്കുന്നതാണെന്നും കോടതി നിർണായകമായി വിധിയെഴുതി. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റ് കുടുംബങ്ങളിലെ പ്രധാന അംഗങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയും ഭക്തരുടെയും ദേവതയുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം പുതിയ ഭരണസമിതി രൂപീകരിക്കേണ്ടതെന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. ഈ കേസിനൊപ്പം ക്ഷേത്ര ജീവനക്കാരുടെ നിയമനം, സേവന സ്ഥിരീകരണം, പിരിച്ചുവിടൽ എന്നിവ സംബന്ധിച്ച മറ്റ് ഹർജികളും കോടതി പരിഗണിച്ചു. അനധികൃതമായി നിയമിക്കപ്പെട്ടവർ ഉൾപ്പെടെ മറ്റ് 29 പേർ ട്രസ്റ്റികൾക്കെതിരെ സമർപ്പിച്ച ഹർജികൾ കോടതി തള്ളുകയും ചെയ്തു. അങ്ങനെ മലബാർ മേഖലയിലായാലും ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒപ്പമാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റിയായ വള്ളുവനാട് ക്ഷേത്രത്തിൻ്റെ അവകാശത്തിന്മേലുള്ള വിജയം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഉത്തരവ്. 1 മാസത്തിനകം പുതിയ പാരമ്പര്യ ട്രസ്റ്റി നിയമിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ 13 വർഷമാണ് അനധികൃതമായി നിയമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രത്തിൽ തുടർന്നതും ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ കൊള്ളയടിച്ചുവെന്നതും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ പഴയ വള്ളുവനാടിൻ്റെ തലസ്ഥാനമെന്ന അങ്ങാടിപ്പുറം വീണ്ടും ഹൈന്ദവ വിശ്വാസികൾക്ക് പേരുകേട്ട സ്ഥലമായി മാറുകയാണ്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ഇനി വിശ്വാസികൾക്ക് ധൈര്യപൂർവ്വം ദർശനത്തിന് വരാം. ഇനി CPMകാരുടെ യാതൊരുവിധ നിയന്ത്രണങ്ങളും ക്ഷേത്രത്തിൽ ഉണ്ടാകില്ലെന്ന് കൂടി ഹൈക്കോടതി ഉറപ്പാക്കിയിട്ടുണ്ട്.